നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദേവാസ് എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് 13th പാരഗ്രാഫാണ്. നമ്മൾ അടുത്തത് 14th പാരഗ്രാഫാണ് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. I stepped aside to wait. When I had waited for a long time without avail, I decided to return home on my own. After I had taken a few steps, a middle-aged man passed by, and I realized at once that I know him. He came toward me, smiling, and shook me by the hand, saying, it's a long time since we last meet. How are you? എന്നാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വച്ചു. എന്നിട്ട് കുറച്ച് നേരം കാത്തു നിന്നു. കുറച്ച് നേരം അച്ഛൻ വരുമോയെന്ന് നോക്കി നിന്നു. ആൻഡ് വിത്തൗട്ട് എ വെയിൽ, കുറേ നേരം നോക്കിയിട്ട് ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തനിയെ പോകാൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ, ഒരു മധ്യവയസ്കൻ അതിൽ കൂടി കടന്നുപോയി. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ നോ ഹിം, എനിക്ക് ആദ്യം തന്നെ മനസ്സിലായ അയാളെ എനിക്കറിയാം എന്ന് മനസ്സിലായി. ഹീ കെയിം ടുവേർഡ് മീ, എൻ്റെ അടുത്തേക്ക് വന്നു. സ്മൈലിംഗ് ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്, എനിക്ക് ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ട് ചോദിച്ചു, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഹൗ ആർ യു? നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഹൗ ആർ യു? നമ്മൾ ലാസ്റ്റ് കണ്ടിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. വിത്ത് എ nod of my head, I agreed with him and in turn asked, and you, how are you? ഞാൻ തല ആട്ടിയിട്ട് പറഞ്ഞു. എന്താണ്? തിരിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ആസ് യു ക്യാൻ സീ, നോട്ട് ദാറ്റ് ഗുഡ്, ദ ആൽമൈറ്റി ബി. Again he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. Good Lord, where was the street lined with the garden? Where had it disappeared to? When did all these vehicles invade it? And when did all these boats of humanity came to live upon to surface? എന്താണ്? Again he shook me, വീണ്ടും ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് went off, പോയി. I proceeded a few steps, ഞാൻ കുറച്ചൊന്ന് നടന്നു. Then came to a struck halt, എന്താണ്? ഞാൻ സ്ട്രക്കായിട്ട്, എന്താണ്? ഗുഡ് ലോഡ്, ദൈവമേ, എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവിടെയൊന്നും ഇങ്ങനെയല്ലല്ലോ ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരുന്നില്ലേ, രണ്ട് സൈഡിലും ഗാർഡനൊക്കെ ആയിട്ട് ഒരു സ്ട്രീറ്റായിരുന്നു അത്. പലതരത്തിലുള്ള മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് ഫ്രൂട്ട്സിൻ്റെയും പൂക്കളും ഒക്കെ ആയിട്ട്, ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു ലെയറായിട്ട് രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുള്ളൊരു സ്ട്രീറ്റായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ എന്താണ്? നിറയെ ബിൽഡിങ്ങുകൾ, പിന്നെ വെഹിക്കിൾസ് ഒക്കെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അന്ന് പറയുമ്പോൾ ഇതേപോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്ട്രീറ്റിൽ. ഇപ്പം നിറയെ തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വയ്യ, ആകെ തിരക്കോട് തിരക്ക്. ഇതൊക്കെ ഈ വെഹിക്കിൾസ് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ വെഹിക്കിൾസൊക്കെ വന്നത്? ഒരു പിടുത്തമില്ല. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് wonders or humanity come to live upon its surface? How did these hills of refuse come to cover its sides? And when were the fields that haunted in? എന്താണ്? അവിടെ എങ്ങനെയാണ് ഇത്രയും വീടുകളും ഇത്രയും ആളുകളൊക്കെ എങ്ങനെ വന്നു? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ തന്നെ പാടാണ്. എങ്ങനെ അങ്ങോട്ട് കടക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. നെക്സ്റ്റ് 16th paragraph. High buildings had taken over. The street surged with the children, and disturbing noises shook the air. Then there was a band announcing the opening of a circus, with clowns and weightlifters
walking in front. A line of trucks carrying central security troops crawled majestically by. എന്താണ്? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. വലിയ വലിയ ബിൽഡിങ്സുകളൊക്കെ ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ദ സ്ട്രീറ്റ് സ്റ്റാർഗ്ഡ് വിത്ത് ചിൽഡ്രൻ. സ്ട്രീറ്റിൽ നിറയെ കുട്ടികളാണ്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ. വായുവിലാണ്, ഭയങ്കര ശബ്ദമാണ്, ഡിസ്റ്റർബിങ് നോയ്സസ് ആണ്, ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശബ്ദമാണ് അവിടെയുള്ളത്. പിന്നെ ദെൻ ദെയർ വാസ് എ ബാൻഡ് അനൗൺസിങ് ഓപ്പണിങ് എ സർക്കസ്. അവിടെ അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു പുതിയ സർക്കസ് ഓപ്പൺ ആവുന്നുണ്ടതിനെക്കുറിച്ച് ഒരു അനൗൺസ്മെൻറ്റ് കൂടി നടക്കുന്നുണ്ട്. വിത്ത് അവിടെ സർക്കസിൽ ആരാ എന്തൊക്കെയാണ് ഉണ്ടാവുക? ക്ലൗൺസ് ഉണ്ടാവും, വൈറ്റ് ലിഫ്റ്റേഴ്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും അല്ലേ. പിന്നെ ഒരു ട്രൂപ്പാണ് അവരുടെ ട്രൂപ്പ് ഇങ്ങനെ അതിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ആ ഒരു സർക്കസിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കുവാണ്. അതാണ് ആളുകളെല്ലാവരും അതിൻ്റെ കൂടെയുണ്ട്. ആ അനൗൺസ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ആ സർക്കസിലെ ആളുകൾ നടക്കുന്നുണ്ട്. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി The siren of a fire engine shrieked, and it was not clear how the vehicle would clave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. Good God, I was in a daze. My head spun. I almost went crazy. How could all this have happened in half a day? Between early morning and sunset, I would find the answer at home with my father. But where was my home? I could see only tall buildings and hordes of people. എന്താണ്? അപ്പോൾ ഫയർ എഞ്ചിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി തിങ്ങി പോവുകയാണ്, ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഫയർ എഞ്ചിൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ഫയർ എഞ്ചിൻ എപ്പോഴാണ് അത് എത്തേണ്ട സ്ഥലത്ത് എത്തുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞ് എപ്പോൾ എത്തും എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോഴവിടെ ഒരു ടാക്സി ഡ്രൈവറും അതിലുണ്ടായിരുന്ന ഒരു പാസഞ്ചറും കൂടി ഒരു വഴക്കാണ്. അപ്പോഴത്തേക്കും ആ പാസഞ്ചറിൻ്റെ വൈഫ് ആളുകളെ വിളിക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരാളും അത് തിരിഞ്ഞു നോക്കുന്നില്ല. അതൊരു തിരക്കുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് ആരും നോക്കുന്നില്ല. എല്ലാവരും തിരക്ക് കാരണം അവരുടെ കാര്യം നടക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെങ്ങനെ ഇത് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ അവർ പോവുക. ഓ ഗോഡ് ഐ വാസ് ഇൻ ഡസ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. മൈ ഹെഡ് സ്പിൻ. ഞാനിങ്ങനെ തല തിരിച്ചു നോക്കി. ഐ ആൾമോസ്റ്റ് വെൻ ക്രേസി. ഹൗ കുഡ് ഓൾ ദീസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ. ഞാൻ ചുറ്റും നോക്കി. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പകുതി ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുക? ഒരു ഫുൾ ഡേ ആയിട്ടില്ല, ഹാഫ് എ ഡേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചത്? ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. രാവിലെ ഏർലി മോർണിംഗും സൺസെറ്റും, സൂര്യാസ്തമിക്കുന്നതിനും സൂര്യനുദിക്കുന്നതിനും ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. അത് വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് ചോദിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളും ആളുകളുടെ തിരക്കും മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ നിറച്ച് ആൾക്കൂട്ടമുണ്ട്, അതേപോലെ ആൾക്കൂട്ടമുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളും ഉണ്ട്. അവൻ്റെ വീട് നോക്കിയിട്ട് കാണുന്നില്ല. I hastened to the crossroads between the gardens and Abbotsford. I had to cross Abbotsford to reach my house, but the stream of cars would not let up. The fire engine's siren was shrieking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time, until the young lad employed at the ironing shop on the corner came up to me. ഞാൻ അവിടെ കുറേ നേരം നിന്നു. എന്തിനു വേണ്ടിയിട്ട്? അത് റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്ത്
അബ്കോഡ എന്ന സ്ഥലത്തേക്ക് കൂടി വേണം എത്താനായിട്ട്. ആ സ്ഥലത്തേക്ക് കൂടി വേണം ക്രോസ് ചെയ്യാൻ. ഐ ഹാഡ് ടു ക്രോസ് അബ്കോഡ. അബ്കോഡ ക്രോസ് ചെയ്താലേ എൻ്റെ വീട്ടിലെത്താൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, അതിൽ കൂടി കാറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ എന്താണ്, ഫയർ എഞ്ചിൻ്റെ ശബ്ദം, ഭയങ്കര ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കാം. ആ ഫയർ എഞ്ചിനാണെങ്കിൽ പോകുന്നത് എങ്ങനെയാണ്, ഒച്ചഴയുന്ന പോലെ പതുക്കെ പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ആ പോകുന്നത് സമയത്ത് എന്താ സംഭവിക്കുക, ആ ഫയർ എഞ്ചിൻ എത്തേണ്ടത് കറക്റ്റ് സ്ഥലത്ത് എത്തിയാലല്ലേ അവിടെ ഫയർ വന്നൊക്കെ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണ്, ആ ഫയറിന് എത്രത്തോളം സാധനങ്ങൾ ഭക്ഷിക്കാൻ പറ്റുന്നോ അത്രയും അത് ഭക്ഷിച്ചോട്ടെ. അല്ലാതെ ഇതവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പിടിക്കില്ലേ ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ എന്താണ്, ഞാനത് എനിക്ക് പിന്നെ അത് റോഡ് ക്രോസ് ചെയ്യാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. കുറേ നേരം നിന്നു. അപ്പോൾ എന്താണ്, അടുത്തുള്ളൊരു അയേണിങ് ബോയ് ഉണ്ട്. അടുത്തുള്ളൊരു കടയിൽ, കോർണറിലുള്ളൊരു കടയിൽ അയേണിങ് ബോയ് ഉണ്ട്. അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് എന്ത്, he stretched out his arm and said gallantly, "Grandpa, let me take you across." അവൻ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു, ഗ്രാൻഡ്പ. അവൻ ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ, ഒരു ധൈര്യവാനാണെന്നുള്ളൊരു ഭാവത്തോടു കൂടി എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്താണ്, എൻ്റെ കൈ പിടിച്ച് ഞാൻ അപ്പൂപ്പനെ, മുത്തച്ഛനെ ഞാൻ റോഡ് ക്രോസ് ചെയ്യിക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സും, അതായത് മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ദേവ എഡ്യൂക്കേഷൻ വാട്സപ്പ് ചാനലിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. പിന്നെ അത് ഈ ചാനലും ക്ലാസ്സും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.